MG സർവകലാശാല വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ രൂപീകരിക്കപ്പെട്ട സമിതിയുടെ യോഗത്തിന്റെ മിനിറ്റ്സാണിത്. ഇതിലാണ് പുതിയ വൈസ് ചാൻസലറുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. MG വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് കേരള സർവകലാശാലയിലെ UGC എമറിറ്റസ് ഫെല്ലോ പ്രൊഫസർ G. ഗോപകുമാർ. രണ്ടാം സ്ഥാനത്ത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ V. പ്രസന്നകുമാർ. എന്നാൽ ഇവർ രണ്ടുപേരും VC ആയില്ല. ചാൻസലർ കൂടിയായ ഗവർണറുടെ നോമിനിയായി ചീഫ് സെക്രട്ടറി K. ജോസിറിയക്, UGC നോമിനിയായി കാൺപൂർ IIT ബോർഡ് ഓഫ് ഗവേണേഴ്സ് ചെയർമാൻ പ്രൊഫസർ M. അനന്തകൃഷ്ണൻ, MG സർവകലാശാല സെനറ്റ് പ്രതിനിധിയായി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവരായിരുന്നു സമിതി അംഗങ്ങൾ. ഡിസംബർ 31 തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാണ് സമിതി യോഗം ചേർന്നത്. വൈസ് ചാൻസലറെ നിശ്ചയിക്കാൻ 72 പേരുടെ ജീവചരിത്രക്കുറിപ്പ് സമിതി പരിശോധിച്ചു. അതിനുശേഷം 3 പേരുടെ പട്ടിക തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഇതിൽ ജോസിറിയക്കും സതീഷ് കൊച്ചുപറമ്പിലും 3 പേരുള്ള ഒരു പട്ടികയും പ്രൊഫസർ അനന്തകൃഷ്ണൻ 3 പേരുള്ള മറ്റൊരു പട്ടികയും സമർപ്പിച്ചു. ഗോപകുമാറും പ്രസന്നകുമാറുമായിരുന്നു 2 പട്ടികകളിലും യഥാക്രമം 1, 2 സ്ഥാനങ്ങളിൽ. ജോസിറിയക്കും സതീഷ് കൊച്ചുപറമ്പിലും പട്ടികയിൽ മൂന്നാമനായി കാസർഗോഡ് കേന്ദ്ര സർവകലാശാല എൻവയോൺമെന്റൽ സയൻസ് മേധാവി ഡോക്ടർ AV ജോർജിന്റെ പേര് ഉൾപ്പെടുത്തി. എന്നാൽ പ്രൊഫസർ അനന്തകൃഷ്ണൻ മൂന്നാമനായി നിർദ്ദേശിച്ചത് കുസാറ്റ് ഫാക്കൽറ്റി ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ K. മോഹൻകുമാറിനെയാണ്. ജോർജിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജോർജ് പട്ടികയിൽ ഉൾപ്പെട്ടത് തന്നെ ജീവചരിത്രക്കുറിപ്പിൽ നടത്തിയ തിരിമറിയിലൂടെയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ജിയോളജി വിഭാഗം മേധാവിയായിരുന്ന ജോർജിനെയാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാല എൻവയോൺമെന്റൽ സയൻസ് മേധാവി എന്ന നിലയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ വൈസ് ചാൻസലറായി. പ്രൊഫസർ ഗോപകുമാറും പ്രൊഫസർ പ്രസന്നകുമാറും മികവിന്റെ കാര്യത്തിൽ ജോർജിനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന വസ്തുത കേരളത്തിലെ അക്കാദമിക സമൂഹം ഒന്നാകെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കേരള കോൺഗ്രസ് M എന്ന പാർട്ടിയിൽ നിന്ന് ജോർജിനുണ്ടായിരുന്ന പിന്തുണ മറ്റു രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.